ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മുടെ ചാനലിലെ ആദ്യമായിട്ട് കാണുന്നവരായാലും ഇഷ്ടമാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതില്ലേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ടുള്ള മാവൊന്ന് കുഴച്ച് ഇതിനായിട്ടില്ലേ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനിയില്ലേ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്കില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താലേ അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുക. അതിനായിട്ടൊരു പാനിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോഴേ ഇതിലേക്ക് സവാളയും മല്ലിച്ചപ്പുല്ലേ ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കില്ലേ ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കില്ലേ ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കറിവേപ്പിലയും പാടെ ചേർത്ത് കൊടുത്തിട്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കില്ലേ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലേ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്കില്ലേ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ നമുക്ക് 10 മിനിറ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോഴേക്ക് നമ്മുടെ മാവിലെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലെ 3 ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെയല്ലേ പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു അടുപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇല്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്ത പത്തിരി എടുത്തിട്ട് അതിന് നടുവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേറൊരു പത്തിരിയിലെ മുകളിലായിട്ട് വെച്ചിട്ട് സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. സൈഡെല്ലാം ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടാതെ വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്താൽ ശരിയാവും. അല്ലേ ഇത് പിരിയിടാണ് കേട്ടോ വേണ്ടത്. ഇതേപോലെയല്ലേ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുക. ഇതില്ലേ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടില്ലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതില്ലേ എണ്ണൊന്നും പിടിക്കാത്തൊരു അടിപൊളി സ്നാക്കിനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഭൂരിയെല്ലാം പൊരിച്ചെടുക്കലില്ലേ അതുപോലെ ചെയ്തെടുക്കുക. ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇത് കോരി മാറ്റണം. ഇനി ഇപ്പോൾ ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടില്ലേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനിയില്ലേ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ കലക്കി വെച്ച ആ ഒരു മിക്സിലെ അതിൽ നമ്മൾ ഇറച്ചിപ്പത്തിരി ഇട്ടിട്ട് ഒന്ന് 4 പുറന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലേ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇല്ലേ വെറും ഫ്രൈ ചെയ്തിട്ടും വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ചെയ്തെടുത്താലില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇല്ലേ ഒരു ഭാഗം അങ്ങനെ ടോസ്റ്റായി വരുന്ന സമയത്തില്ലേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള റെസിപ്പീസ് ആയിട്ട് ഇനിയും കാണാം. ബൈ.